ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അപ്പൻ എങ്ങനെയാണോ അതുപോലെ തന്നെ മകനും എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നൊരു ശൈലിയാണ്. അവൻ അവന്റെ അപ്പന്റെ മകൻ തന്നെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണ്? അപ്പൻ പ്രവർത്തിച്ചതുപോലെ തന്നെ മകനും പ്രവർത്തിക്കുന്നു, അപ്പൻ ചിരിച്ചതുപോലെ തന്നെ മകനും ചിരിക്കുന്നു, അപ്പൻ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നത് പോലെ മകനും സ്നേഹത്തോടെ പെരുമാറുന്നു. ഇനി അപ്പൻ ഒരു ദുഷ്ടനായിരുന്നു, മകനും അതേ ദുഷ്ടത പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നതാണ് അവൻ അവന്റെ അപ്പന്റെ മോൻ തന്നെ എന്ന് പറയാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ സ്വഭാവം കാണിക്കുമെന്ന് പറയുകയാണ്. എന്താണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ. സ്വർഗസ്ഥനായ പിതാവിന്റെ കരുണയുടെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുന്നുണ്ട്, ഇത് മുഖം നോക്കാതെയുള്ള കരുണയാണ്, അല്ലെ? മറ്റുള്ളവരോട് മുഖം നോക്കാതെയുള്ള, ദുഷ്ടനോടും നന്ദിഹീനരോടും നിങ്ങളുടെ പിതാവ് കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, നല്ലവനാണെങ്കിൽ അവനോട് ഞാൻ കരുണ കാണിച്ചേക്കാം, ദുഷ്ടനോടൊന്നും ഞാൻ കരുണ കാണിക്കില്ല. അങ്ങനത്തെ പരിപാടി ആയിരുന്നില്ല സ്വർഗസ്ഥനായ പിതാവിനുള്ളത്. ഈശോ പറയുകയാണ്, സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് ദുഷ്ടരോടും നന്ദിഹീനരോടും വരെ കരുണ കാണിക്കുന്ന ഒരു അപ്പനാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പൻ എങ്ങനെയാണോ അതുപോലെ നിങ്ങളും ആയിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, തിരിച്ചു കിട്ടുമെന്ന് കരുതാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അല്ലെ? ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് കിടക്കുന്നത് ഇതാണ്, നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് ഇതൊക്കെ ചെയ്യുന്നതാണ്. ആ സ്വർഗത്തിലെ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ സ്വർഗത്തിലെ പിതാവിനെ പോലെ മുഖം നോക്കാതെ മറ്റുള്ളവരോട് നന്മ ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.